Welcome to BSc in Physics. Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. This is Unit for Disaster Management, and today the class number is S37, Major Indian Natural Disasters. Recent Major Indian Natural Disasters. അപ്പോൾ ഇത് ബി എസ് സി സെമിസ്റ്റർ 5-ലെ ബി എസ് സി മെയിൻ ഫിസിക്സ് സെമിസ്റ്റർ 5-ലെ പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള യൂണിറ്റ്, അതിനകത്തുള്ള മേജർ ഇന്ത്യൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വേൾഡ് ഡിസാസ്റ്റേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഇന്ത്യൻ ഡിസാസ്റ്റേഴ്സ് 1-2 വിവരിച്ചിട്ടുണ്ട്. അതല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള ഈ റീസെൻ്റ് ആയിട്ടുള്ള 2020 കാലഘട്ടത്തിലുള്ള ഏതാനും ഡിസാസ്റ്ററുകൾ ഇവിടെ പറയുകയാണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാഹിതം, ദുരന്തം, അപകടം എന്നൊക്കെ പറയും. മേജർ ഇന്ത്യൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. മേജർ ഇന്ത്യൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അത് നമ്മൾ പറയുന്നത് ഈ 2020 കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരുപാട് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഈ 2020 കാലഘട്ടത്തിലെ ഡിസാസ്റ്റേഴ്സാണ് പറയുന്നത്. റീസെൻറ്റ് ബിറ്റ്വീൻ 1970 to 2019, weather, climate and water hazards accounted for 50% of all disasters, 45% of all reported deaths, and 74% of all reported economic losses, according to World Meteorological Organization (WMO). Between 1970 to 2019, weather, climate and water hazards accounted for 50% of all disasters, 45% of all reported deaths, and 74% of all reported economic losses, according to World Meteorological Organization (WMO). അപ്പോൾ ഈ 1970 മുതൽ 2019 വരെയുള്ള കാലഘട്ടം കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ആ കാലഘട്ടത്തിലാണ് ഈ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ അതുപോലുള്ള ദുരന്തങ്ങളും ഒരു 50% ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 45% ഡെത്ത്സ് ഈ കാലഘട്ടത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 74% ഓഫ് ഓൾ റിപ്പോർട്ട് എക്കണോമിക് ലോസസ്, മൊത്തം സാമ്പത്തിക നഷ്ടത്തിൻ്റെ 74% ഈ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് 2020-ലും 2021-ലും വളരെ അധികം ഡിസാസ്റ്റർ ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2020 കേന്ദ്രീകരിച്ചാണ് ഇവിടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ വേൾഡ് എക്കണോമിക് ഫോറം, ഡിസാസ്റ്റർ ഇവൻറ്റ്സ് ഹാവ് ബീൻ റെക്കോർഡഡ് ഇൻ ദ പാസ്റ്റ് 20 years. കഴിഞ്ഞ 20 കൊല്ലം ഈ ഡിസാസ്റ്റർ നമ്മൾ കാണുന്നതാണ്. വിച്ച് ഹാവ് ക്ലെയിംഡ് ദ ലൈവ്സ് ഓഫ് 1.23 മില്യൺ പീപ്പിൾ. അതായത് 1.23 മില്യൺ 10 ലക്ഷം, അല്ലെങ്കിൽ 12.3 ലക്ഷം ആൾക്കാരുടെ മരണം ഈ ഡിസാസ്റ്ററുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. എ ഫ്ലാഷ് ബാക്ക് അറ്റ് ദി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഹിറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ദിസ് ഇയർ ആർ ആസ് ഫോളോസ്. ദാറ്റ് ഇസ് ഇൻ 2020. അപ്പോൾ 2020-ലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏകദേശം ഇവിടെ വിവരിക്കുകയാണ്. While India was already battling with the COVID-19 pandemic this year, climate change-induced natural disasters like floods, cyclones have also been making lives miserable for people in India and sometimes even life-threatening. അപ്പോൾ 2019-ലെ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് COVID-19 ആണ്. അത് 2019 ആരംഭിക്കുകയും ഒരു മാർച്ച് മാസത്തിൽ ആരംഭിക്കുകയും ഈ 2022 നമ്മുടെ ഇന്ത്യയിൽ 2020-ലാണ് 20 മാർച്ചിലാണ് അതിൻ്റെ പ്രാധാന്യം ശക്തി പ്രാപിക്കുന്നത്. 2022 സബ്സിഡി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ലോകത്ത് COVID-19 2019 ആരംഭിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ അത് ശക്തമാകുന്നത് 2020 മാർച്ചിലാണ്. അത് അനേകം പേരുടെ മരണത്തിന് കാരണമായി. ഒത്തിരി നഷ്ടമുണ്ടായി, സാമ്പത്തികമായി നഷ്ടമുണ്ടായി.
അത് 2022 മാർച്ച് ആയപ്പോൾ ഏതാണ്ട് സബ്സൈഡ് ചെയ്തു, ഏതാണ്ട് ഏറെക്കുറെ ഇല്ലാതായി, എങ്കിലും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ COVID-19 ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. അതുകൂടാതെ ഈ ക്ലൈമാറ്റിക് ചേഞ്ച് മൂലമുള്ള വെള്ളപ്പൊക്കം, അതിപ്പോൾ ഫ്ലഡ്സ്, അതിപ്പോൾ സൈക്ലോൺസ്, അവയും മനുഷ്യന് ദുരിതം വിതറിയ ഡിസാസ്റ്ററുകളാണ്. The number of disasters has increased by a factor of 5 over 50-year period, driven by climate change, more extreme weather and improved reporting. ഈ കാലാവസ്ഥയുടെ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്, വെതറിൻ്റെ മാറ്റം മൂലം ഈ ഒരു 50 വർഷം കൊണ്ട് ഒരു 5 ഇരട്ടിയെങ്കിലും ഡിസാസ്റ്ററുകൾ വർദ്ധിച്ചിട്ടുണ്ട്. Between 1970 to 2019, weather, climate and water hazards accounted for 50% of all disasters, 45% of all reported deaths and 75% of all reported economic losses. We have seen, according to WMO. We have seen it. Extreme weather conditions have dramatically increased in the past 20 years. ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെ ചേഞ്ച് കഴിഞ്ഞ 20 വർഷമായിട്ട് വളരെ വലുതാണ്, പ്രകടമാണ്. ആൻഡ് വിൽ ഫർദർ ക്രിയേറ്റ് ഹവോക്ക് ഇൻ ദ വേൾഡ് വാൺസ് എ ഈവൻ. അപ്പോൾ ഈ ക്ലൈമാറ്റിക് ചേഞ്ച് നമുക്കറിയാമല്ലോ, ഗ്രീൻ സ്നോ ഇൻ അന്റാർട്ടിക്ക പോലെയുള്ള ഈ ക്ലൈമാറ്റിക് ചേഞ്ച് മൂലമുള്ള ദുരന്തങ്ങൾ അത് കുറേ കൂടി ശക്തി പ്രാപിക്കാനും അത് ലോകത്തിന് തന്നെ വലിയൊരു ഹവോക്ക് ആയിട്ട് മാറാനും കാരണമായിട്ടുണ്ട്. ക്ലൈമാറ്റിക് ചേഞ്ച് മനുഷ്യൻ ഭൂമി ഫേസ് ചെയ്യുന്ന വലിയ ഒരു ഡേഞ്ചറാണ്. അപ്പോൾ 5 മേജർ ഇന്ത്യൻ ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ലാസ്റ്റ് 2020 ആർ ഡിസ്ക്രൈബ്ഡ് ഹിയർ. നമ്പർ 1, തമിഴ്നാടു ഫ്ലഡ്സ്. The Indian Meteorological Department (IMD) had predicted heavy rainfall in parts of Tamil Nadu, and it came to true from number 1. 2020 ഒരു ശക്തമായ മഴ, റെയിൻഫാൾ ഈ IMD ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യും. അത് നവംബർ 1 യാഥാർത്ഥ്യമാകുകയും ചെയ്യും. The flooding was caused by extremely heavy downpours, killing at least 41 people. ഒരു 41 പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു ഈ 2020 നവംബർ 1 തമിഴ്നാട്ടിൽ കണ്ടത്. പക്ഷേ ഈ മരണം എന്ന് പറയുന്നത് ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. ഇതിനേക്കാൾ വളരെ വളരെ കൂടുതലായിരിക്കും ആക്ച്വലായിട്ടുള്ള ഡെത്ത്, അതിൻ്റെ കണക്ക്. ഇത് ഇന്ത്യൻ മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD had predicted heavy rainfall in parts of Tamil Nadu, and it came to true on number 1. The flooding is caused by the extremely heavy downpours, killing at least 41 people. നമ്മളത് കണ്ടു. ഇനി അടുത്തത് മഹാരാഷ്ട്ര ഫ്ലഡ്സ്. മഹാരാഷ്ട്രയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ഒരു മേജർ ഇന്ത്യൻ ഡിസാസ്റ്ററാണ്. അത് ജൂലൈ 22, 2020 Starting on 22nd July, Maharashtra saw heavy rainfall in many of its western districts and recorded the highest rainfall in the month of July in 40 years. കഴിഞ്ഞ 40 കൊല്ലങ്ങളിലെ കണക്കെടുത്താൽ ഈ 2020 ജൂലൈയിൽ പതിച്ച മഴ, മഹാരാഷ്ട്രയിലെ മഴ, അത് വളരെ ഹയസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെയിൻഫോളാണ്. പിന്നെ കേരള ഫ്ലഡ്സ് 2019 20 കേരളം ഫ്ലഡ് അനുഭവിച്ചതാണ്. ബിറ്റ്വീൻ October 12 and 20, after heavy rains caused rivers to overflow, cutting off town and villages. 42 people died and 217 houses were destroyed. അപ്പോൾ ഇതും ഒഫീഷ്യലായിട്ടുള്ള ഒരു കണക്കാണ്. ഇതിനേക്കാൾ വളരെ കൂടുതലാണ് മരണപ്പെട്ടവരുടെ എണ്ണം. Between October 12 and 20, after heavy rains caused rivers to overflow, cutting off towns and villages, 42 people died and 217 houses were destroyed. 2019
destroyed. Out of 42 people who lost their lives in the floods, 5 were children. ഇപ്പോൾ മരണപ്പെട്ട 42 ഒരു ഒഫീഷ്യൽ കണക്കാണ്. അതിൽ 5 കുട്ടികളും ഉണ്ടായിരുന്നു. കോട്ടയം ആൻഡ് ഇടുക്കി were 2 of the worst affected districts in the state. ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് കോട്ടയത്തും ഇടുക്കിയിലുമാണ്. Where days of heavy rainfall had caused deadly landslides. മണ്ണിടിച്ചിൽ ഉണ്ടായി. അടുത്തത് സൈക്ലോൺ ടൗട്ടെ. നിങ്ങൾ കേട്ട് കാണും ഈ ടൗട്ടെ ചുഴലിക്കാറ്റ്. ഇറ്റ് വാസ് എ പവർഫുൾ ഡെഡ്ലി ഡാമേജിങ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഇൻ ദി Arabian Sea that became the strongest tropical cyclone to make landfall in the Indian state of Gujarat since 1998. 1998 ശേഷം ഉണ്ടായ ശക്തമായ ഒരു സൈക്ലോണാണ് ടൗട്ടെ. ഇത് മഹാരാഷ്ട്രയിൽ നാശം വിതച്ചു. ഗുജറാത്തിലാണ് നാശനഷ്ടം ഉണ്ടാക്കിയത്. വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ടു എവർ അഫക്ട് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കനട്ടയിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു ചുഴലിക്കാറ്റായിരുന്നു ടൗട്ടെ. Started on May 14, the storm displaced over 200,000 people in Gujarat and killed 174 people, with 80 people still missing. ഇപ്പോൾ ടൗട്ടെ ചുഴലിക്കാറ്റ് മൂലം 2 ലക്ഷം ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും അതുപോലെ അതൊരു 174 പേരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തു. 80 ആൾക്കാർ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടാണ് കണക്കിൽ. പക്ഷേ ഇതും ഒഫീഷ്യലാണ്. ആക്ച്വൽ ഫിഗർ കൂടുതലായിരിക്കും. സൈക്ലോൺ യാസ് മറ്റൊരു കൊടുങ്കാറ്റാണ് സൈക്ലോൺ യാസ്. ഇറ്റ് വാസ് എ റിലേറ്റീവ്ലി സ്ട്രോങ് വെരി ഡാമേജിങ് tropical cyclone that made landfall in Odisha and brought significant impact to West Bengal in May. Yas formed from a tropical disturbance that the Indian Meteorological Department first monitored in May 23. അപ്പോൾ 2020 മറ്റൊരു ഡിസാസ്റ്ററാണ് ഒഡീഷയിൽ വീശിയ കാറ്റ് യാസ്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് സൃഷ്ടിക്കുകയുണ്ടായി ഒഡീഷയുടെ പല പ്രദേശങ്ങളിലും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഈ യാസിൽ സംഭവിച്ചത് അറൗണ്ട് 20 people across India and Bangladesh died due to cyclone, and West Bengal was one of the most impacted states in India due to യാസ്. യാസിൻ്റെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ വളരെ കൂടി അപകടം ഉണ്ടായത് വെസ്റ്റ് ബംഗാളിലാണ്. ബംഗ്ലാദേശിലും ഇതിൻ്റെ ദുരിതം വിധിച്ചിരുന്നു ഈ യാസ് കൊടുങ്കാറ്റ്. ആകെ നഷ്ടമുണ്ടാക്കിയത് $2.78 billion, അതായത് 2.78 ബില്യൺ. 1 ബില്യൺ 100 കോടിയാണ്. അപ്പോൾ $278 കോടി നഷ്ടം വരുത്തിയ ഒരു കൊടുങ്കാറ്റായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ any 5 recent Indian disasters. Question number 2, give a note on Kerala floods. Give a note on Kerala floods. Number 3, give a brief note on cyclones Taute and Yas. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസാസ്റ്ററൊക്കെ വായിക്കണം. ഇതൊന്ന് വായിച്ചുകൊള്ളുക. ഏതെങ്കിലുമൊക്കെ ചോദിക്കുക. ജനറലായിട്ടുള്ള ടോപ്പിക്കാണ്, ജനറൽ റീഡിംഗ് ആണ് വേണ്ടതിന്.
That is all with your 37th class on paper 2 semester 5. Thank you very much.